ഗുരുതരമായ ഹൃദ്രോഗവുമായാണ് ആ 2 വയസ്സുകാരി മാതാപിതാക്കളുമൊത്ത് ബാംഗ്ലൂരിലേക്ക് ചികിത്സയ്ക്കായി എത്തുന്നത്. കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർമാർ ഒന്നിലധികം ശസ്ത്രക്രിയകൾ ആവശ്യമാണെന്നും ഉടൻ തന്നെ അഡ്മിറ്റ് ആവണമെന്നും പറഞ്ഞു. അങ്ങനെ ആദ്യ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ നടന്നു. അടുത്ത ശസ്ത്രക്രിയയ്ക്ക് വിശ്രമം ആവശ്യമാണെന്നും കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നും ഡോക്ടർമാർ അവർക്ക് ഉറപ്പു നൽകി. അങ്ങനെ 20 ദിവസത്തെ ആശുപത്രി വിശ്രമത്തിന് ശേഷം അവർ ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്കുള്ള വിസ്താര ഫ്ലൈറ്റിലാണ് അവർ ഡൽഹിക്ക് പുറപ്പെട്ടത്. ഒരു കുഞ്ഞി കളിപ്പാട്ടം അവളുടെ കയ്യിൽ കൊടുത്ത് അമ്മ അവളെ സീറ്റിലിരുത്തി. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ അമ്മയ്ക്ക് തോന്നി. കുഞ്ഞിനെ മെല്ലെ തട്ടി നോക്കിയെങ്കിലും പ്രതികരണമുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവളുടെ ചുണ്ടുകളും വിരലുകളും നീല നിറമായി മാറുന്നതും അവർ ശ്രദ്ധിച്ചു. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പും ആ സമയം നിലച്ചിരുന്നു. ഉടൻ തന്നെ മാതാപിതാക്കൾ സഹായത്തിനായി നിലവിളിച്ചു. വിമാന ജീവനക്കാർ ഉടൻ തന്നെ സഹായത്തിനായി ഓടിയെത്തുകയും ചെയ്തു. വിമാനത്തിൽ ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിച്ച് ജീവനക്കാർ അടിയന്തര അറിയിപ്പ് നൽകി. ഭാഗ്യം പോലെ ഡൽഹി എയിംസിൽ നിന്ന് ഒരു കോൺഫറൻസ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 5 ഡോക്ടർമാർ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അവർ ഉടനെ തന്നെ കുഞ്ഞിന്റെ അടുത്തേക്കെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കുഞ്ഞിന് അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. കുഞ്ഞിന് CPR നൽകാൻ അവർ ഫ്ലൈറ്റിൽ ലഭ്യമായ മെഡിക്കൽ സേവനങ്ങൾ വെച്ച് പരമാവധി ശ്രമിച്ചു. അവർ ഒരു ടീമായി പ്രവർത്തിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുഞ്ഞിന്റെ രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ കുഞ്ഞിന് ആ സമയം 2 തവണ ഹൃദയാഘാതം സംഭവിച്ചിരുന്നു. ആ 5 ഡോക്ടർമാരും ആ കുരുന്നു ജീവനു വേണ്ടി വീണ്ടും വീണ്ടും പരമാവധി പൊരുതി. അവൾക്ക് വീണ്ടും CPR നൽകി. അങ്ങനെ 45 മിനിറ്റോളം ഇവരുടെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. കണ്ടു നിൽക്കുന്നവരുടെ എല്ലാം നെഞ്ചു പിളരുന്ന നിമിഷമായിരുന്നു അത്. ഒടുവിൽ നീണ്ട പരിശ്രമത്തിന് ശേഷം കുഞ്ഞിന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. രാത്രി 11:30 വിമാനം എമർജൻസി ലാൻഡിങ്ങിലൂടെ നാഗ്പൂരിൽ ഇറങ്ങി. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ തന്നെ കുഞ്ഞിനെ ആംബുലൻസിലേക്ക് മാറ്റി. തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയം ആ 5 ഡോക്ടർമാരും കുഞ്ഞിനെ അനുഗമിച്ചിരുന്നു. പിന്നീട് കുഞ്ഞ് അപകടനില തരണം ചെയ്തുവെന്നും എന്നാൽ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണെന്നും കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർമാർ വ്യക്തമാക്കി. ഇത് വളരെയധികം അസാധാരണമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നുവെന്നും ഇത്തരം ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ആരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്നും 5 ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ രമൺദീപ് സിംഗ് വ്യക്തമാക്കി. ഇത്തരം അവസ്ഥകളിൽ രോഗിക്ക് അടിയന്തരമായ സഹായം ലഭിച്ചില്ല എങ്കിൽ അത് രോഗിയുടെ തലച്ചോറിനെ തകരാറിലാക്കുകയും ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിമാനത്തിലെ പരിമിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് ഈ സംഭവം പുറലോകത്തെത്തുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.